കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ആഴ്ചകളായി ഇരുട്ടിലായ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി പരിസരത്ത് ലൈറ്റുകൾ സ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് LDF കൗൺസിലർമാർ പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ആഴ്ചകളായി ഇരുട്ടിലായ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി പരിസരത്ത് ലൈറ്റുകൾ സ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആശുപത്രിയുടെ മുൻവശം, പ്രവേശന കവാടം, സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡുകൾ എന്നിവിടങ്ങളിലെല്ലാം ആഴ്ചകളായി വിളക്കുകൾ തെളിയുന്നില്ല. പലതവണ വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. İnkılap zindabad, İnkılap zindabad, İnkılap zindabad, LDF zindabad, LDF zindabad. പ്രതിഷേധം, 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 LDFിൻ പ്രതിഷേധം, LDFിൻ പ്രതിഷേധം, LDFിൻ പ്രതിഷേധം. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ രാത്രികാലങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് രോഗികളാണ് ആശുപത്രിയെ ആശ്രയിക്കുന്നത്. ആശുപത്രി പരിസരം ഇരുട്ടിലായതോടെ ഇവിടെ സാമൂഹിക വിരുദ്ധരുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണെന്ന് കൗൺസിലർമാർ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം കുട്ടികളുടെ വാർഡിൽ നിന്നും പാമ്പിനെ പിടികൂടിയത് രോഗികളുടെയും ജീവനക്കാരുടെയും സുരക്ഷ എത്രത്തോളം അപകടത്തിലാണെന്നതിന് തെളിവാണെന്നും കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടി. ആശുപത്രിയിലെ വെളിച്ചമില്ലായ്മയ്ക്ക് എത്രയും പെട്ടെന്ന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് മജീദ് മങ്ങാടൻ അറിയിച്ചു. ആശുപത്രിയുടെ പരിസരമാകെ ഇരുട്ടിൽ ആയപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ വല്ലാത്ത ശല്യം ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യമായി ഞങ്ങൾ അധികാരത്തിൽ ഇരിക്കുന്നവരുടെ അടുക്കൽ ഇത് അവതരിപ്പിക്കുകയും ഇതിന്റെ ഒരു പരിഹാരം കാണണമെന്ന് പല പ്രാവശ്യം ഞങ്ങൾ പറയുകയുണ്ടായി. എന്നാൽ ഇതിന് ഒരു പരിഹാരം ഇതുവരെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. കുട്ടികളുടെയും സ്ത്രീകളുടെയും വാർഡിന്റെ പരിസരത്തും നമുക്ക് കാണാൻ സാധിക്കും ഇതേപോലെയുള്ള അവസ്ഥയാണ്. ഈ റോഡ് ഏതാണ്ട് ഇരുട്ടിലായിട്ട് മാസങ്ങളായിട്ടുണ്ട്. ഇതൊരു പരിഹാരം നമ്മൾക്ക് കാണണ്ടേ? ഈ പരിഹാരം കാണാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സമരവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ പോരായ്മകൾ പരിഹരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ ജനറൽ ഹോസ്പിറ്റലില് എക്സ്റേ ഇല്ലാതെയായിട്ട് മിഷൻ കംപ്ലൈന്റ് വന്നിട്ട് ആഴ്ചകളായിട്ടുണ്ട്. അതിനും ഒരു പരിഹാരം കാണണം. പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെയും ഞങ്ങൾ രംഗത്ത് വരികയും വലിയ സമരങ്ങൾ ഇവിടെ നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രതിഷേധ പരിപാടിയിൽ LDF കൗൺസിലർമാരായ കിഷോർ NM, റബിൻസ് ടി അലിയാർ, സജി TA, രജനി സജീവ്, അമ്പിളി ബിജു, ജയ സുഗു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ്, 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.